ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വ്യാഴാഴ്ച മാർച്ച് 19 ഇന്ത്യൻ ഓഹരി വിപണിയെ ഒരു വലിയ വിറ്റഴിക്കൽ ബാധിച്ചു. ബെഞ്ച്മാർക്ക് സൂചികകളായ സെൻസെക്സ്, നിഫ്റ്റി 50 എന്നിവയുടെ 3 ദിവസത്തെ ശക്തമായ ഉയർച്ചയുടെ പരമ്പര അവസാനിച്ചു. സെൻസെക്സ് 2497 പോയിന്റ് ഇടിഞ്ഞ് 74,207 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 776 പോയിന്റ് താഴ്ന്ന് 23,002 അവസാനിച്ചു. BSE 150 മിഡ് ക്യാപ് സൂചിക 3% ഇടിഞ്ഞു. BSE 250 സ്മോൾ ക്യാപ് സൂചിക 2.6% കുറഞ്ഞു. BSE ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുൻ സെഷനിലെ 439 ലക്ഷം കോടി രൂപ മുതൽ 427 ലക്ഷം കോടി രൂപയായി കുറഞ്ഞതോടെ നിക്ഷേപകരുടെ സമ്പത്ത് ഏകദേശം 12 ലക്ഷം കോടി രൂപ കുറഞ്ഞു. ഇത് 21 മാസത്തിനിടെ ഏറ്റവും വലിയ ഒറ്റ ദിവസ ഇടിവാണ്. ടെക്നിക്കലായി 22,900 സപ്പോർട്ട് കാണപ്പെടുന്നു. ഈ നിരയ്ക്ക് താഴേക്ക് ബ്രേക്ക് ഉണ്ടായാൽ സൂചിക 22,700 മുതൽ 22,500 വരെ താഴാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് 23,200 മുതൽ 23,500 വരെ നിലകളിലാണ്. ഇന്നത്തെ ഓഹരി വിപണി ഇടിവിന് പിന്നിലെ കാരണങ്ങൾ. ഫെബ്രുവരി 28 ആരംഭിച്ച US-ഇറാൻ യുദ്ധം ശമിക്കാതെ കൂടുതൽ ശക്തമാകുകയാണ്. ഇത് ആഗോള വിപണി വികാരത്തെ ബാധിക്കുന്നു. ഇറാനിലെ ഒരു പ്രധാന ഗ്യാസ് സൗകര്യത്തിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നിയന്ത്രിക്കാനാവാത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് ലോകമെമ്പാടും സ്വാധീനം ചെലുത്തും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 മുകളിൽ ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ഏകദേശം $118 വരെ 10% ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ പ്രധാന എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളിൽ പുതിയ ആക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് സപ്ലൈ തടസ്സപ്പെടുമെന്ന ഭീതിയാണ് ഈ വർധനവിന് കാരണം. ഉയർന്ന എണ്ണവില ആഗോള പണപ്പെരുപ്പ ആശങ്കകൾ ഉയർത്തുന്നു. ഇത് കടുത്ത ധനനയത്തിലേക്ക് നയിക്കാം. ഉപഭോഗം കുറയാം. കമ്പനികളുടെ ലാഭം താഴെയാകും. HDFC ബാങ്ക് സംഭവവും വിപണി വികാരത്തെ ബാധിച്ചു. ചെയർമാൻ അദാനു ചക്രവർത്തി സ്വന്തം മൂല്യങ്ങളോട് പൊരുത്തപ്പെടാത്ത ചില സംഭവങ്ങളും രീതികളും കാരണം ഉടൻ രാജിവെച്ചു. ഓഹരി ശക്തമായി പ്രതികരിച്ചു. 772 രൂപ എന്ന 52 ആഴ്ചയുടെ താഴ്ന്ന നിലവാരം തൊട്ട് 8% ഇടിഞ്ഞു. അവസാനം 800 രൂപ 35 പൈസയിൽ ഏകദേശം 5% താഴ്ന്ന് ക്ലോസ് ചെയ്തു. ആ ദിവസത്തെ സൂചികകളിലെ ഏറ്റവും വലിയ സമ്മർദ്ദമായി മാറി. US ഫെഡറൽ റിസർവിന്റെ നിലപാടും വിപണിക്ക് സമ്മർദ്ദം സൃഷ്ടിച്ചു. മാർച്ച് 18 ഫെഡ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തി. മിഡിൽ ഈസ്റ്റ് സംഘർഷം സൃഷ്ടിച്ച അനിശ്ചിതത്വം ചൂണ്ടിക്കാട്ടി. പണപ്പെരുപ്പ പ്രവചനം അല്പം ഉയർത്തുകയും 2026 വെറും ഒരു 25 ബേസിസ് പോയിന്റ് കുറവ് മാത്രമേ ഉണ്ടാകൂ എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഈ വർഷം പല കുറവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷകൾ തകർന്നുപോയി. ചില വിദഗ്ധർ ഇപ്പോൾ ഇറാൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഉയർന്ന പണപ്പെരുപ്പ അപകട സാധ്യതകൾ കാരണം ഫെഡ് കൂടുതൽ സമയം നിലപാട് മാറ്റാതെ തുടരുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ത്യൻ രൂപ US ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തിയത് വിപണി വികാരത്തെ കൂടുതൽ ബാധിച്ചു. കറൻസി 92.63 വരെ താഴ്ന്നു. നിക്ഷേപകരിൽ ആശങ്കകൾ ഉയർത്തി. ദുർബലമായ രൂപ. വിദേശ നിക്ഷേപകരുടെ വരുമാനം കുറച്ച് മൂലധന പുറത്തൊഴുക്ക് വേഗത്തിലാക്കാം. കൂടാതെ പണപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിച്ച് ഭാവിയിൽ പലിശ നിരക്കുകൾ ഉയരാനിടയാക്കും. പ്രധാന കാരണങ്ങൾക്ക് പുറമെ മറ്റു നിരവധി ഘടകങ്ങളും വിപണി ഇടിവിന് കാരണമായി. വൻ വിദേശ മൂലധന പുറത്തൊഴുക്ക്, ഉയർന്ന എണ്ണവിലയുടെ ആഭ്യന്തര സാമ്പത്തിക പ്രഭാവത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ദുർബലമായ ആഗോള സൂചനകൾ എന്നിവ വിപണി വികാരത്തെ ബാധിക്കുന്നു. പ്രധാന ഏഷ്യൻ, യൂറോപ്യൻ വിപണികൾ 1 മുതൽ 3% വരെ ഇടിഞ്ഞു. വാൾസ്ട്രീറ്റിലെ 1%-ലധികം ഇടിവിനെ പിന്തുടർന്നു. ഇതിനിടെ വിദേശ സ്ഥാപന നിക്ഷേപകർ ദുർബലമായ രൂപയും ഉയർന്ന എണ്ണവില മൂലം പണപ്പെരുപ്പം വർദ്ധിക്കുന്നതും കാരണം ലാഭ വീണ്ടെടുപ്പ് വൈകുമെന്ന് ആശങ്കപ്പെടുകയും ഇന്ത്യൻ ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കുകയും ചെയ്യുന്നു. FLL നെറ്റ് സെൽ 7,558 കോടി ആൻഡ് DLL നെറ്റ് ബൈ 3,863 കോടി. ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി മാർച്ച് 25 ഫിനാൻഷ്യൽ ഇയർ 2026 ഇടക്കാല ഡിവിഡൻഡ് പരിഗണിക്കുകയും ഫണ്ടിംഗ് ആവശ്യങ്ങൾ പിന്തുണയ്ക്കാൻ 30,800 കോടി രൂപ മുതൽ 35,800 കോടി രൂപയായി വായ്പാ പദ്ധതി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഫെഡെക്സ് കോർപ്പറേഷൻ ഓഹരികൾ Q3 ഫലങ്ങൾക്ക് മുന്നോടിയായി ഏകദേശം 1% കുറഞ്ഞു. അടുത്തിടെ ഉണ്ടായ ഉയർന്ന നിലയിൽ നിന്ന് ഏകദേശം 10% താഴ്ന്നു. US-ഇറാൻ സംഘർഷവും ഉയർന്ന എണ്ണവിലയും വികാരത്തെ ബാധിച്ചതിനെ തുടർന്ന് വിശകലനക്കാർ ഏകദേശം 6% വരുമാന വർധനയോടെ $23.5 ബില്യൺ പ്രതീക്ഷിക്കുന്നു. EPS 7%-ലധികം കുറയാം.
ആഗോള സാമ്പത്തിക സൂചികയായി നിക്ഷേപകർ ശ്രദ്ധയോടെ അവലോകനം ചെയ്യുന്നു. അസഞ്ചർ ഓഹരികൾ ശക്തമായ ഫിനാൻഷ്യൽ ഇയർ 2026 ഫലങ്ങൾക്ക് ശേഷം ഏകദേശം 5% ഉയർന്നു. വരുമാനം 8% ഉയർന്ന് $18.04 ബില്യൺ. AI ആവശ്യം മൂലം റെക്കോർഡ് ബുക്കിംഗ്സ് 22.11 ബില്യൺ. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. വാൾ സ്ട്രീറ്റ് വ്യാഴാഴ്ച ഇടിഞ്ഞു. മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം എണ്ണവില ഉയർന്നതോടെ പണപ്പെരുപ്പ ആശങ്കകൾ വീണ്ടും ഉയർന്നു. നിക്ഷേപകരുടെ വികാരം ദുർബലമായി. പ്രധാന സൂചികകളായ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് എന്നിവ 0.77% മുതൽ 0.93% വരെ ഇടിഞ്ഞു. എണ്ണവിലയുടെ പ്രേരിത പണപ്പെരുപ്പ ആശങ്കകൾ മൂലം US ഫെഡറൽ റിസർവ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുന്നതിൽ ജാഗ്രത പുലർത്തുമെന്ന് പ്രതീക്ഷകൾ ഉയർന്നു. എണ്ണവില കുറച്ച് സമയത്തേക്ക് $119 വരെ ഉയർന്നതും റിസ്ക് എടുക്കാനുള്ള മനോഭാവം കുറഞ്ഞതും ടെക്നോളജി, ട്രാവൽ, മൈനിംഗ് മേഖലകളെ ബാധിച്ചു. വിപുലമായ ഇടിവിന് കാരണമായി. യൂണിഫിൻസ് ക്യാപിറ്റൽ ഇന്ത്യ ലിമിറ്റഡ് 30 കോടി രൂപ മൂല്യമുള്ള നോൺ കൺവേർട്ടിബിൾ ഡീബഞ്ചറുകൾ സ്വകാര്യ പ്ലേസ്മെന്റിലൂടെ അംഗീകരിച്ചു. 9,950 രൂപ 14 പൈസ വിലയിൽ 30,000 സുരക്ഷിതവും വീണ്ടെടുക്കാവുന്നതുമായ ഡീബഞ്ചറുകൾ പുറത്തിറക്കി. ഫെബ്രുവരി 2025 ഉയർന്ന നിലകൾക്കു ശേഷം താഴോട്ടുള്ള പ്രവണതയിലായ ഓഹരി പശ്ചാത്തലത്തിൽ ഫണ്ട് റൈസിംഗിന്റെ ഭാഗമായി പാവരിക്ക ലിമിറ്റഡ് IPO മാർച്ച് 24 മുതൽ 27 വരെ രൂപ 375 മുതൽ 395 വരെ വിലയിൽ തുറക്കും. രൂപ 1,100 കോടി സമാഹരിക്കുകയാണ് ലക്ഷ്യം. രൂപ 700 കോടി ഫ്രഷ്, രൂപ 400 കോടി OFS. പ്രധാനമായും കടം തിരിച്ചടയ്ക്കാൻ ഉപയോഗിക്കും. സായി പെരൻട്രൽ ലിമിറ്റഡ് IPO മാർച്ച് 24 തുറക്കും. മൊത്തം 408.79 കോടി രൂപ വലിപ്പമുള്ള ഇഷ്യൂ 392 രൂപ വിലയിൽ. ഇതിൽ 285 കോടി രൂപ ഫ്രഷ് ഇഷ്യൂയും 123.79 കോടി രൂപ OFSഉം ഉൾപ്പെടുന്നു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഇല്ലാത്തതിനാൽ ആവശ്യം കുറവാണ്. സമാഹരിക്കുന്ന തുക വിപുലീകരണം, R&D, കടം തിരിച്ചെലവ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നിവയ്ക്കായി ഉപയോഗിക്കും. അമർചന്ദ് ജഗദീഷ് കുമാർ എക്സ്പോർട്സ് ലിമിറ്റഡ് 440 കോടി രൂപ മൂല്യമുള്ള IPOയ്ക്ക് 201 മുതൽ 212 രൂപ വരെ വില ബാൻഡ് നിശ്ചയിച്ചു. മാർച്ച് 24 തുറന്ന് മാർച്ച് 27 അടയ്ക്കും. ഇത് മുഴുവനായും ഫ്രഷ് ഇഷ്യൂ ആയതിനാൽ OFS ഇല്ല. സമാഹരിക്കുന്ന തുക പ്രധാനമായും വർക്കിംഗ് ക്യാപിറ്റലിനും ജനറൽ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കും. എയ്റോപ്ലെയിൻ ബാസ്മതി അരി ബ്രാൻഡിന് പ്രശസ്തമായ കമ്പനി ഏപ്രിൽ 2 ലിസ്റ്റ് ചെയ്യും. ഇന്നോവിഷൻ IPO മാർച്ച് 20 BSE, NSE എന്നിവയിൽ ലിസ്റ്റ് ചെയ്യും. ഇന്നോവിഷനുടെ 319.25 കോടി രൂപ IPOയ്ക്ക് കുറഞ്ഞ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 ദിവസങ്ങൾക്ക് ശേഷവും പൂർണ്ണമായി സബ്സ്ക്രൈബ് ചെയ്തില്ല. വിലപരിധി 494 രൂപ മുതൽ 519 രൂപ വരെയായി ക്രമീകരിച്ചു. ഗ്രേ മാർക്കറ്റ് പ്രീമിയം 459 രൂപ ലിസ്റ്റിംഗ് വില സൂചിപ്പിക്കുന്നു. ഇത് 11.56% കുറവാണ്. പ്രത്യേകിച്ച് QIBകളിൽ നിന്ന് വിടുതൽ ലഭിച്ചു. ആക്സഞ്ചർ PLC Q3 വരുമാനം പ്രതീക്ഷകളിൽ താഴെയായിരിക്കുമെന്ന് പ്രവചിച്ചു. സൂക്ഷ്മമായ ഓൺടർപ്രൈസ് ചെലവും വലിയ IT പ്രോജക്റ്റുകളിലെ കുറഞ്ഞ ആവശ്യവും കാരണം ഫെഡറൽ ബിസിനസ്സിൽ നിന്ന് ഫിനാൻഷ്യൽ ഇയർ 2026 1% ഹിറ്റുണ്ടാകുമെന്ന് സൂചിപ്പിച്ചു. US ഓഹരി വിപണി പൊതുവെ ഫ്ലാറ്റായി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷവും ഏകദേശം $120 വരെ ഉയർന്ന എണ്ണവിലയും നിക്ഷേപകർ വിലയിരുത്തുന്നു. സൂക്ഷ്മമായ തുടക്കമുണ്ടെങ്കിലും മുൻ സെഷനിൽ പ്രധാന സൂചികകൾ കനത്ത ഇടിവ് നേരിട്ടിരുന്നു. ഡൗ ജോൺസ് 1.64% ഇടിഞ്ഞു. സംഘർഷവുമായി ബന്ധപ്പെട്ട പണപ്പെരുപ്പ ആശങ്കകൾ ഉയർന്നതോടെ ബ്രെന്റ് ക്രൂഡ് ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകളിലെ ആക്രമണങ്ങൾ കാരണം കുത്തനെ ഉയർന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തുകയും ഉയർന്ന പണപ്പെരുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ അടുത്ത കാലയളവിൽ പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷകൾ കുറഞ്ഞു. വിപണി വികാരം മന്ദഗതിയിലാക്കി. വിലപ്പെട്ട ലോഹങ്ങൾ കുത്തനെ ഇടിഞ്ഞു. MCXൽ സ്വർണം, വെള്ളി എന്നിവ പല ആഴ്ചകളിലെ താഴ്ന്ന നിലവാരത്തിലെത്തി. സ്വർണം ഏകദേശം 8,800 രൂപ ഇടിഞ്ഞ് 10 ഗ്രാമിന് 1.44 ലക്ഷം രൂപയായി. വെള്ളി 25,500 രൂപ ഇടിഞ്ഞ് കിലോയ്ക്ക് 2.22 ലക്ഷം രൂപയായി. മാർച്ചിൽ ഏകദേശം 11%, 21% ഇടിവ് രേഖപ്പെടുത്തി. ശക്തമായ US ഡോളർ, ഉയർന്ന എണ്ണവില മൂലമുള്ള പണപ്പെരുപ്പ ആശങ്കകൾ, പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷ വൈകിയത് എന്നിവയാണ് ഈ ദുർബലതയ്ക്ക് കാരണം.
സുരക്ഷിത നിക്ഷേപ ആവശ്യകത കുറയുകയും ചെയ്തു. വെലോസിറ്റി എന്റർപ്രൈസസ് NCLAT-യിൽ അദാനി എന്റർപ്രൈസസുടെ 14,543 കോടി രൂപ മൂല്യമുള്ള ജയ്പ്രകാശ് അസോസിയേറ്റ്സ് ലിമിറ്റഡിയുടെ റെസല്യൂഷൻ പ്ലാനിനെതിരെ ആദ്യ വെല്ലുവിളി നൽകി. 1 കോടി രൂപ കവിഞ്ഞ അവകാശവാദം NCLT നിരസിച്ചതിനെ തുടർന്ന് ട്രിബ്യൂണൽ മാർച്ച് 20 കേസ് പരിഗണിക്കും. മറ്റ് കടക്കാരും ഇതിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഊബർ ടെക്നോളജീസ് ഇൻക് 2031 US, യൂറോപ്പ്, കാനഡ എന്നിവിടങ്ങളിൽ ഏകദേശം 50,000 റോബോട്ട് ടാക്സികൾ വിന്യസിക്കാൻ റിവിയൻ ഓട്ടോമോട്ടീവ് ഇൻകുമായി പങ്കാളിത്തത്തിന്റെ ഭാഗമായി $1.25 ബില്യൺ വരെ നിക്ഷേപിക്കും. ഇതിൽ ആരംഭത്തിൽ $300 മില്യൺ നിക്ഷേപം ഉൾപ്പെടുന്നു. 25 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യം. HSBC ഹോൾഡിംഗ്സ് PLC AI അധിഷ്ഠിത പുനഃസംഘടനയുടെ ഭാഗമായി അടുത്ത കുറച്ച് വർഷങ്ങളിൽ 20,000 വരെ ജോലികൾ കുറയ്ക്കുന്നത് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രധാനമായും മിഡിൽ, ബാക്ക് ഓഫീസ് മേഖലകളിൽ പദ്ധതി ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ്. കൈസർ പെർമനന്റയിലെ ഏകദേശം 2,400 മാനസികാരോഗ്യ വിദഗ്ധർ AI ജോലി, രോഗപരിചരണം എന്നിവയെ ബാധിക്കുമെന്ന ആശങ്കയിൽ സമരം നടത്തി. എന്നാൽ കമ്പനി AI മനുഷ്യരെ പകരം വയ്ക്കില്ലെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ജാപ്പനീസ് പ്രധാനമന്ത്രി സനയെ ടക്കൈച്ചിയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. US-ഇറാൻ സംഘർഷം മൂലമുള്ള ഉയർന്ന സമ്മർദ്ദങ്ങൾക്കിടെ ചർച്ചകൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പ്രതിസന്ധിയെയും ഉൾക്കൊള്ളാം. ഇതൊരു പ്രധാന ആഗോള എണ്ണ പാതയാണ്. എന്നാൽ ജപ്പാനും മറ്റ് കൂട്ടാളികളും നേരിട്ട് സംഘർഷത്തിൽ പങ്കെടുക്കുന്നതിൽ മടിക്കുന്നു. സെബിയുടെ വർഷ്ണി ഇന്ത്യൻ ഇക്വിറ്റി മൂല്യനിർണ്ണയം ആകർഷകമാണെന്ന് പറഞ്ഞു. കൂടുതൽ റഷ്യൻ ബന്ധമുള്ള നിക്ഷേപകർ FPIകളായി രജിസ്റ്റർ ചെയ്യുന്നതായി സൂചിപ്പിച്ച് ഇന്ത്യ-റഷ്യ മൂലധന വിപണി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ, വിദേശ നിക്ഷേപകരുടെ കനത്ത വിറ്റഴിക്കൽ, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഓഹരികളിൽ. മാർച്ച് തുടക്കത്തിൽ നിഫ്റ്റി ഏകദേശം 8% താഴ്ത്തി. COVID-19 ഇടിവിന് ശേഷം ഏറ്റവും മോശം, ഉയർന്ന എണ്ണവില, ദുർബലമായ രൂപ, വളർച്ചാ ആശങ്കകൾ എന്നിവ കാരണം. അപ്കമിംഗ് കോർപ്പറേറ്റ് ആക്ഷൻസ് 2026 മാർച്ച് 20 മുതൽ 27 വരെ. ബാൽമാർ ലോറി ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹2.03. മഹാരാഷ്ട്ര ഏപെക്സ് കോർപ്പറേഷൻ ലിമിറ്റഡ് റൈറ്റ്സ് ഇഷ്യൂ. മെട്രോപോളിസ് ഹെൽത്ത് കെയർ ലിമിറ്റഡ് ബോണസ് 3-1. REC ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹3. കാസ്ട്രോൾ ഇന്ത്യ ലിമിറ്റഡ് ഫൈനൽ ഡിവിഡൻഡ് ₹5.25. ഇന്ത്യ ഗ്ലൈക്കോൾസ് ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹7.5. പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹3.25. കിലിച്ച് ഡ്രഗ്സ് ഇന്ത്യ ലിമിറ്റഡ് ബോണസ് 1-1 24th March. ടൈംസ് ഗ്രീൻ എനർജി ഇന്ത്യ ലിമിറ്റഡ് ബോണസ് 1-1 24th March. ഗുജറാത്ത് ഇൻട്രക്സ് ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹7.5 25th March. മാൻഡ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് 10-1 25 March. റീഗൽ എന്റർടൈൻമെന്റ് ആൻഡ് കൺസൾട്ടൻസ് ലിമിറ്റഡ് റൈറ്റ്സ് ഇഷ്യൂ 25 March. V2 റീറ്റെയിൽ ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് 10-1 25th March. ഏഞ്ചൽ വൺ ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് 27th March. ആവാക്സ് അപ്പാരൽസ് ആൻഡ് ഓർണമെന്റ്സ് ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് 10-5 27th March. സംവർധന മദർസൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് ഇന്ററം ഡിവിഡൻഡ് ₹0.35 27th March.